ഹായ് ഗൈസ്, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച റൈഡിങ് വീഡിയോ ഒന്നുമല്ല, അടുത്ത ആഴ്ച നമ്മുടെ ഹംപി ട്രിപ്പുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, ജാക്കറ്റും ബൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഞാൻ. അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുക. എനിക്കൊരു ചെറിയ പനിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സൗണ്ടിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും. അതാണൊക്കെ എൻ്റെ ഹെൽമെറ്റിനല്ലാത്തതുകൊണ്ട് ചെറിയ എയറിൻ്റെ സൗണ്ടും കാണും കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് കാണാം. നമുക്കിന്ന് കുറച്ച് ജാക്കറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ. കുറച്ച് ബഡ്ജറ്റ് രീതിയിലുള്ള പർച്ചേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ കൂടെ തന്നെ കാണണം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ HSR ലായിട്ടുള്ള GTR ഫിക്സ് ഷോപ്പ് എന്ന് പറയുന്നൊരു ഷോപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് താഴോട്ടുള്ള ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഇവിടെയാണ് കൂടുതലുള്ളത്. വേറെ പല ഷോപ്പുകളിലും ഡിസ്കൗണ്ട് വൈസൊക്കെ കൂടുതലാണ്, പക്ഷേ അവിടെ ബഡ്ജറ്റ് കളക്ഷൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ലാസ്റ്റ് ചെക്കൗട്ട് ചെയ്ത സമയത്ത് കുറച്ചധികം ബഡ്ജറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെ അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കടയിലോട്ട് പോകേണ്ടി വരും. എന്തായാലും നോക്കാം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കിനി കുറച്ച് BBGയുടെ ജാക്കറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കാരണം സ്റ്റാർട്ടിങ് റേഞ്ച് അതാണല്ലോ. ഓക്കെ, അപ്പം അത് നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ഇവിടെ ഉള്ള ജാക്കറ്റ്, അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഉള്ളതാണ്ട് ഇതാണ്, ലഡാക്ക് എന്ന് പറയുന്ന മോഡൽ. 7000 അടുപ്പിച്ചാണ് റേറ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ലെവൽ 2 പാഡിങ്ങോടുകൂടി വരുന്നത്. ചെസ്റ്റ് വരുന്നില്ല, ചെസ്റ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് തെർമലും വാട്ടർ ലൈനർ വരുന്നുണ്ട്. എക്സ്പ്ലോറർ മോഡൽ, എക്സ്പ്ലോറർ എൻ്റെ ഇരിക്കുന്നത് അതാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. ഇത് റേറ്റ് ഉള്ളോ? 6850. വേറെ കളറുണ്ടോ? റെയിൻ ലൈനർ വരുന്നുണ്ട്, തെർമലിൽ വരുന്നുണ്ട്. എൻ്റെ ഇരിക്കും സെയിം സാധനം. ലാസ്റ്റ് പ്രൈസ് 10% ഡിസ്കൗണ്ട്. ലാർജ് അല്ലാതെ പോരാ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല. ലാർജ് അല്ലാതല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞു. നോ, ഷർട്ടിന്റെ മാത്രമല്ല, ലൈനർ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് കൂടെ അറിയണം. അപ്പോൾ ഒരു പൊടി ഇത് ഹിപ്പ് അത് ഇതിട്ടെ, ആദ്യം സിബിട്ടെ. ഇവിടെ നിന്ന് ഇതിൻ്റെ ഹെൽമെറ്റ് ഒന്ന് വൈസർ ചേഞ്ച് ചെയ്യും. അല്ല, അത് ഈ പരുവായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വേർ ആൻഡ് ടിയർ ആണ്, ഒന്നും കാണാൻ പറ്റില്ല ചില സമയത്ത്. എന്തായാലും അത് മാറ്റിയത് ഒരു ക്ലിയർ വൈസർ ഇട്ടുണ്ട് പുതിയത്. എൻ്റെ വൈസർ മാറ്റാൻ സമയമായി, പക്ഷേ അത് വിടില്ല കേട്ടോ. നമ്മുടെ അങ്ങനെ ജാക്കറ്റ് പർച്ചേസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 6800 അടുപ്പിച്ചാണ് ഒരു MRP പറഞ്ഞു. പക്ഷേ നമുക്ക് കിട്ടിയത് വേറെ റേറ്റാണ്, ഒരു ഡിസ്കൗണ്ട് റേറ്റാണ്. അത് പുറത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് 2 ജാക്കറ്റ് എടുത്ത്
അപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വൈസറൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ രാഹുലിന് ഗ്ലൗസ് എടുക്കും. അതിന് അടുത്ത കടയിലോട്ടുള്ള യാത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബില്ലടിച്ച് നമുക്ക് സാധനം എടുത്തുകൊണ്ട് ഇനി അടുത്ത കടയിലോട്ട് പോകാം. നമ്മളിനി അടുത്തുള്ളത് HSRൽ തന്നെ അടുത്ത മോട്ടോർ ഡ്രസ് എന്ന് പറയുന്ന ഷോറൂമിലാണ്. ഞാനിവിടെ നമ്മളിവിടെ മിക്കവാറും വരാറുള്ളതാണ്, സ്ഥിരം ഒരു കസ്റ്റമറുമാണ്. നമുക്കിനി ഇനി ഇവിടുന്ന് ഒരു ഗ്ലൗസും എൻ്റെ ഹെൽമെറ്റിൻ്റെ പുതിയ വൈസറും ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. എടുത്ത് ഹെൽമെറ്റിൻ്റെ വൈസർ കിട്ടുമെന്നുള്ളത് കൂടെ നോക്കണം. ഗ്ലൗസിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ റേഞ്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിള്ളേരുടെ മോട്ടോക്രോസ് ബൈക്കാണ്, 50cc എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് തന്നെ ഹെൽമെറ്റിന് നല്ല അടിപൊളി കളക്ഷൻസ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വന്നപ്പോൾ നമ്മുടെ ഒരു യമഹയുടെ RX നല്ല അടിപൊളിയായിട്ട് പണി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്കിനൊക്കെ വയ്ക്കുന്ന ഡാഷ് ക്യാമാണ്. ഇതിൽ GPS മൊഡ്യൂളാണ്. ഭയ്യ इसका रेट कितना? GPS സ്റ്റാർട്ടിംഗ് റേഞ്ച് 40,000 ആണ് പറയുന്നത്. എന്തായാലും നമുക്ക് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞു. എൻ്റെ വൈസർ ഇതുവരെ കിട്ടിയില്ല. അതിന് എവിടെയെങ്കിലും തപ്പണം. ഇനിയിപ്പോൾ രാത്രി എവിടെയും കിട്ടുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഹംപി ട്രിപ്പിന് വേണം. അടുത്ത ആഴ്ച ഹംപി ട്രിപ്പാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ കൂടെ തന്നെ കാണണേ. ബൈ.